സ്ഥാനത്തേക്ക് കയറിയിട്ടുള്ളൂ. ഇനിയും വേറെ സഖാക്കൾ കടന്നു വരാനുണ്ട്. ദയവായി അവർക്ക് വീതി ഒരുക്കണം. ഈ കസേരകളിൽ മുഴുവൻ സഖാക്കളും വന്നിരിക്കണം. ദയവായി വരുന്ന ജാഥയ്ക്ക് സ്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള അവസരം കൊടുക്കണം. ദയവായി സഖാക്കൾ സഹകരിക്കണം. ഫണ്ടുകളൊക്കെ തന്നെ ലാപ്സാക്കി കളയുകയും തിരുവില്ലാമലയ്ക്ക് അർഹമായിട്ടുള്ള ഫണ്ടുകളൊന്നും തന്നെ ചെലവഴിക്കപ്പെടാതെ തിരുവില്ലാമലയിൽ എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞ് അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തിയിട്ടുള്ള വേദികയിലുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന തിരുവില്ലാമല ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന രാധാകൃഷ്ണൻ, കണിയാർക്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഗിരിജ ടീച്ചർ, പാമ്പാടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജയന്തി. ഒരു പുതിയ സർക്കാർ എങ്ങനെയാണോ ലോകത്തിന് മാതൃകയാവേണ്ടത് എന്ന് നമുക്ക് പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവ സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് തിരുവില്ലാമലയുടെ ഭരണവും ഇടതുപക്ഷ കരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്. ഒരു 350 രൂപയുണ്ടായിരുന്ന ഗ്യാസിന് 950 രൂപയാക്കി പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും മണ്ണെണ്ണയ്ക്കും CNG-ക്കും തൊട്ടതിനെല്ലാം വില വർദ്ധിപ്പിച്ച്, ഉപ്പ് തൊട്ട് കർപ്പൂരം വില വർദ്ധിപ്പിച്ച് ഇവിടുത്തെ ആപാനവൃദ്ധം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ രൂപ
നേപ്പാളിലെയും ശ്രീലങ്കയെയും പാകിസ്ഥാനെയും എല്ലാം അറിയണമെന്നുകൊണ്ട് തകർച്ചയുടെ ഐസിയുവിൽ കിടക്കുമ്പോ 56 തള്ളുകാരന്റെ തല്ല് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള അവരുടെ പിന്മുറക്കാരെ ഒരു കാരണവശാലും ഈ തിരുവില്ലാമല പഞ്ചായത്തിന്റെ പടി ചവിട്ടാൻ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അത് നാം സാക്ഷ്യം വരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ജനങ്ങൾക്ക് വളരെ വിശദമായി ഈ മുമ്പ് സംസാരിച്ച സഖാവ് ഈ നാട് എങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെ എന്നെല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് 13-ാം തീയതി കഴിഞ്ഞാൽ തിരുവല്ലാമലയിൽ ഇപ്പൊ വായിച്ച മുത്തുമണികൾ ഈ നാടിനെ നയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ പിന്തുണയോടുകൂടിയാണ് ഒരു റാലി ഇവരെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി ഇന്ന് തിരുവല്ലാമല പട്ടണത്തെ ചെങ്കടലാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 5 കൊല്ലം തിരുവല്ലാമലയിൽ ജനം പ്രതീക്ഷിച്ച പോലെ ഉണ്ടായില്ല എന്നതിന്റെ വലിയ വിഷമവും സങ്കടവും എല്ലാം ഇന്നത്തെ റാലിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനം ഇന്ന് വേറിട്ട് രാജ്യത്തിന് മാതൃകയായി കഴിഞ്ഞ 9 വർഷം രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം സംസ്ഥാനത്തുണ്ടായ മുന്നേറ്റം തിരുവല്ലാമലയിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടായിട്ടില്ല എന്ന വിഷമം തിരുവല്ലാമലയിലെ പ്രിയപ്പെട്ടവർക്കുണ്ട്. അപ്പുറത്ത് ചേലക്കരയിലും അതിന് തൊട്ടപ്പുറത്ത് മുള്ളൂർക്കരയിലും വെള്ളത്തോളവരും പാഞ്ഞാളും ദേശമകളും വരവൂരുമെല്ലാം നടത്തിയ ആ മുന്നേറ്റം തിരുവല്ലാമലയും പഴയന്നൂരും കൊണ്ടായും ഉണ്ടായിട്ടില്ലല്ലോ എന്ന വിഷമം നല്ലപോലെ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു സുവർണ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. ആ 5 കൊല്ലം തിരുവല്ലാമലയുടെ മുഖച്ഛായ മാറ്റാൻ ഞങ്ങളെപ്പോലെ ആളുകൾക്ക് പോലും കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ MP MLA ഉൾപ്പെടെയുള്ള ഫണ്ട്